അപ്പോൾ ആ കിടക്കുന്ന വണ്ടിയാണ് ലുലുവിൻ്റെ വണ്ടിയാണ്. ഡെലിവറിക്ക് വന്നേക്കണതാണ്. ടൈം ഐ തിങ്ക് ഇറ്റ്സ് 8 o'clock. രാവിലെ തന്നെ ഞാൻ തലേദിവസം ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എത്തിയല്ലോ. ഇന്ന് കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. ഇത് ബീഫാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ സ്വന്തം മുളകുകളാണ് അതെല്ലാം. സോ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എവിടെയാണെന്നുള്ളത്. കുക്കിംഗ് ആണ്. അതായത് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബീഫ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ റെസിപ്പി അല്ല, വെല്ലുമ്മൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പം ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, ഉമ്മയും കൂടിയാണ്, ഞങ്ങൾ രണ്ടും കൂടിയാണ് കുക്ക് ചെയ്യണത്. സോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇടാം. നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് നല്ലോണം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുന്നതാണ്. പിന്നെ സവാള, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ, പിന്നെ എന്താ പറയുക വെളുത്തുള്ളി, പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഞാൻ പറഞ്ഞില്ലേ സ്വന്തം പച്ചമുളകുകൾ, പിന്നെ എന്താ പറയുക വേപ്പില, അതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ജിഞ്ചർ പേസ്റ്റ് ആണ് ഇനി നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് അടുത്തത്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾ, മുളക് പൊടി, പെപ്പർ പൗഡർ, ഉലുവ, ബീഫ് മസാല, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് കുഴച്ചിട്ട് വെക്കുന്നത്. മസാലകളെല്ലാം മിക്സ് ചെയ്യണ വീഡിയോ ഞങ്ങൾ റെക്കോർഡിങ് ഓൺ ആക്കാണ്ടാണ് റെക്കോർഡ് ചെയ്തത്. സോ അത് കാരണം അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്. പിന്നെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം കുഴക്കുക, എന്നിട്ട് വേവിക്കാൻ വെക്കുക. ഓൾറെഡി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടാൻ പോവാണ്. ആ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫ് അതിലേക്ക് നമ്മൾ ഇടും. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ നേരം നമ്മൾ ഇത് വാട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റി റെഡിയായി വരണം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇനി ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ ഈ കുഴച്ച് വെക്കുമ്പോൾ അതിൽ വെള്ളം ആഡ് ചെയ്യൂല. എന്താ പറയുക, ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വന്നോളും. പിന്നെ നമ്മൾ എന്താ പറയുക വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് അത് മിക്സ് ചെയ്യണത്. അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. സാധാരണ എനിക്ക് തോന്നുന്നു അവിടുത്തെ റെസിപ്പിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടല്ല മിക്സ് ചെയ്യാൻ എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഞാനിവിടെ ചെയ്യണത്, ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അത്ര കൂടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളി ഇടണയാണ്. മുഴുവനായിട്ടാണോ ഞങ്ങൾ ഉള്ളി ഇട്ടേക്കണത്, ചതച്ചിട്ട് ഇടാം. എന്തായാലും വാടി വരുമ്പോൾ എല്ലാം ഇങ്ങനെ മെൽറ്റായിട്ട് പോകും. ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി നമ്മൾ ബീഫ് ഇതിലേക്ക് ഇടാൻ പോകാം. ശരിക്കും കുറേ എത്രത്തോളം നിങ്ങൾക്ക് ഉള്ളി ഇടാൻ പറ്റും അത്രത്തോളം ഉള്ളിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളി കുറച്ചുണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ചിട്ടതാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ബീഫ് ഇവിടെ അങ്ങോട്ട് കണ്ടിട്ട് കൊതിക്കാൻ പോകും. അപ്പോൾ നമ്മളിതിലേക്ക് തട്ടട്ടേട്ടാ. നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് ഇതിൽ കിടന്ന് ഇങ്ങനെ കുറേ പ്രാവശ്യം മാറ്റി സെറ്റാക്കണം. അപ്പോൾ വാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഉപ്പ് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇടും. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കും കുറച്ചും കൂടെ. ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇടും. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വേപ്പില. എവിടെ നിന്ന് വാങ്ങിച്ചാലും ബീഫ് റെഡി ആവില്ല. പക്ഷെ നമ്മളാ യൂസഫ് അലിഖാൻ്റെ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ള ബീഫ് മോനെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ്, നല്ല ബീഫ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അവിടെ മുന്നാടെ വെല്ലുമ്മൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അവിടുത്തെ മമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുടിയിലും പിന്നെ അടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. നമ്മളത് അങ്ങോട്ട് സഹിക്കും. കറിവേപ്പില ഇടണേ. നമ്മൾ ഓൾറെഡി കറിവേപ്പില കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക,
നമ്മൾ കുക്കിങ്ങിൽ എക്സ്പേർട്സ് ആയ കാരണം, വീഡിയോ എടുക്കാനും എക്സ്പേർട്സ് ആയ കാരണം ചെറുതായിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്ന ടൈമിൽ ചെറുതായിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റ് എടുക്കുന്ന ടൈമിൽ മറന്നുപോയി റെക്കോർഡിങ് ഓൺ ആക്കേണ്ടത്. അതുകൊണ്ട് ഇടുന്നതൊക്കെ ഇതായി. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. കണ്ട നമ്മളെ പൂച്ച വരെ ഇവിടെ ഓടിച്ചാടി എത്തിയേക്കാണ് നമ്മളെ ബീഫിൻ്റെ മണം കേട്ടിട്ട്. നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള സംഭവമാണ്. എന്നാലും ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി കുറച്ച് ഗരം മസാല ഒന്നിങ്ങനെ തൂക്കി കൊടുക്കും. കുറച്ചിട്ടാ, ഞാനിപ്പോൾ 1 kg ബീഫാണ് എടുത്തേക്കണത്. ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കും. ഉപ്പൊക്കെ പാകത്തിന് കാരണം ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിങ്ങനെ കിടന്നിട്ട് കുറേ നേരം കിടന്നിട്ടൊന്ന് സെറ്റ് ആവണം. അവിടെ വെല്ലുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡ്രൈ ആക്കും. ഞങ്ങൾ അത്രയും ഡ്രൈ ആക്കണില്ല, ഞങ്ങൾക്ക് ഇത്തിരി കറി വേണം. അപ്പോൾ അത് കാരണം ഒരു മസാല പാകത്തിന് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മളെ പരിപാടി. ഞങ്ങളത് പുട്ടിൻ്റെ കൂടെ അടിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരം ഇതിങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നൊന്ന് കുറുകി നല്ല ഒരു റോസ്റ്റ് പോലെ ആവണം. അവിടേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ്. ഞങ്ങൾ ഇത്തിരി റോസ്റ്റ് ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞങ്ങൾ ചിക്കൻ കറി, നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉമ്മ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല കിടു സാധനം. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ബീഫ് ഇവിടെ കിടലിനായിട്ട് നല്ല റോസ്റ്റ് പോലെ ആയി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി സെറ്റാണ്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിലും വെച്ചിട്ട് ഇളക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പുട്ടും ബീഫും ആണല്ലോ ഒരു കോംബോ. അപ്പോൾ പുട്ടും ബീഫും ആയിട്ട് തന്നെ കഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പുട്ടാണ് ടേസ്റ്റ്. മതി. ഇവിടെ പച്ചക്കറിയായിട്ട് ചീരയും കൂടി ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞങ്ങൾ ഇവിടെ ചിക്കൻ കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയട്ടെ കേട്ടോ. എല്ലാവരും എടുത്തു ആദ്യം ബീഫ് ടേസ്റ്റ് ചെയ്തിട്ട്. അതല്ല നമ്മളുടെ ഇന്നത്തെ താരം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കും. പറയണം നല്ല ബീഫ് നന്നായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ബീഫ് പൊളിയാണ്, അത് കാരണം സംഭവം പൊളിച്ച്. ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. നന്നായിട്ട് നല്ല അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല എരിവും കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇട്ടുണ്ട്. കുരുമുളകും എരിവും. അബ്ബ എങ്ങനെയുണ്ട്? അബ്ബ ബീഫ് മാത്രം ഇങ്ങനെ ജസ്റ്റ് കഴിച്ചിട്ടെന്ന് പറഞ്ഞു. ബീഫ് വെരി വെരി ഗുഡ്. ബീഫ് കഴിക്കാതെ എന്നിട്ട് പറ. അല്ല, ഞാൻ ബീഫ് കഴിച്ചു. ഒന്നുകൂടി കഴിക്കേ. വാ, ബീഫ് വെരി വെരി ബെസ്റ്റ്. ബീഫ് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിരിക്കണായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ട അതാണ്. അപ്പം ഞങ്ങളിനി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഹവാസിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകാനുണ്ട്. സോ അതും കൂടി ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം പോണത്. അപ്പോൾ ഇനി അത് വേണം.
തരാം. ഇത് ഫ്ലിക്സിൻ്റെ ഒരു എന്താ പറയുക ഹെയർ സിറമാണ്, റോസ്മേരി ഹെയർ സിറം. ഇതെങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നല്ല ഹെയർ ഫോള് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് ഒരു മസാജ് ചെയ്യുന്ന ഒരു സംഭവം പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ചു അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചത്. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിയില്ല. റിസൾട്ട് അടിപൊളിയാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ തീരെ ഹെയർ ഒന്നും കെയർ ചെയ്യാത്ത, ഒട്ടും മസാജും ചെയ്യാത്ത, ഓയിൽ എൻ്റെ തലയിൽ തൊട്ടിട്ട് വർഷങ്ങളായി അങ്ങനെ നോക്കാത്ത ഒരാളാണ്. അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടി ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഓർത്തിട്ട് വാങ്ങിയതാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയാൽ എനിവേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ, ത്രൂ ഔട്ട് എടുക്കണ്ടേ, ഭയങ്കര മടിയാണ്. എന്നോട് കുറേ പേരൊന്നും പറഞ്ഞില്ലെങ്കിൽ കുറച്ച് പേര് പറഞ്ഞതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മടിയായിട്ടാണ്. കമൻറ്റുകളിൽ കൂടെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ച് അവാസിൻ്റെ സ്കൂളിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അവാസിനെ പിക്ക് ചെയ്തിട്ട്. പിന്നെ അതുമാത്രമല്ല ഒരു പുതിയ എന്താ പറയുക കാർ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഞങ്ങൾ എപ്പോഴും കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കാർ ഹോൾഡർ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പല രീതിയിലും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റിലും ലെഫ്റ്റിലൊക്കെ വെച്ചിട്ട്. നമ്മൾ സെൻറ്ററിലാണ് ആദ്യം പ്ലേസ് ചെയ്തത്, പക്ഷേ അതുകൊണ്ട് ക്ലിയർ ആയില്ല. പക്ഷേ എനിക്കത് നല്ല ഇഷ്ടമായി. ഈ കാർ ഹോൾഡർ നൈസാണ്. സോ ഇനി ഞങ്ങൾ നേരെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായമെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.